Hello friends, welcome to Xylem IAS. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേറ്റ്യൂസ് ഇൻ ദ വേൾഡ് എന്ന ടോപ്പിക്കാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മേജർ ലാൻഡ് ഫോംസിലെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് ഫോംസ് ആയിട്ടുള്ള മൗണ്ടൻസിനെ കുറിച്ച് കണ്ടു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സെഷനാണ്. ഇതിൽ നമ്മൾ പ്ലേറ്റ്യൂസ് ഇൻ ദ വേൾഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫസ്റ്റ് പ്ലേറ്റ്യൂവിൻ്റെ ഡെഫിനിഷൻ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ്യൂസ്, അതുപോലെ തന്നെ ലോകത്ത് കാണുന്ന പ്രധാനപ്പെട്ട പ്ലേറ്റ്യൂസും അതിൻ്റെ റീജിയനും. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് പ്ലേറ്റ്യൂ? വാട്ട് ഈസ് എ പ്ലേറ്റ്യൂ? പീഠഭൂമി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദി എലവേറ്റഡ് ലാൻഡ് ഫോംസ് വിത്ത് എക്സ്റ്റെൻസീവ് ലെവൽ സർഫസ് ഏരിയ വിത്ത് സ്റ്റീപ്പ് സ്ലോപ്സ്. അതായത് എർത്തിൻ്റെ സർഫസിൽ കാണുന്ന ഉയരമുള്ള ഭാഗങ്ങളാണ്. ഉയരമുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ലെവൽ സർഫസ് ആയിരിക്കും വിത്ത് വെരി സ്റ്റീപ്പ് സ്ലോപ്സ്. അതുമാത്രമല്ല, വളരെ സ്റ്റീപ്പായിട്ടുള്ള ഭാഗങ്ങളായിരിക്കും അതിനുണ്ടാവുക. ഇതിനെയാണ് നമ്മൾ പ്ലേറ്റ്യൂ എന്ന് പറയുക. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എലവേറ്റഡ് അപ്ലാൻഡ്സ് വിത്ത് എക്സ്റ്റെൻസീവ് ലെവൽ സർഫസ് യൂഷ്വലി ഡിസെൻഡ് സ്റ്റീപ്ലി ടു ദ സറൗണ്ടിങ് ലോ ലാൻഡ്. 3 കീവേഡ്സ് ആണ് അവിടെ വരുന്നത്: എലവേറ്റഡ് അപ്ലാൻഡ്സ്, എക്സ്റ്റെൻസീവ് ലെവൽ സർഫസ് ആൻഡ് ഡിസെൻഡ് സ്റ്റീപ്ലി. ഓക്കെ, ഇനി പ്ലേറ്റ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ പ്ലേറ്റ്യൂ ടോപ്പോഗ്രഫീനെ വിളിക്കുന്ന വേറെ 2 പേരുകളുണ്ട്. പ്ലേറ്റ്യൂ ടോപ്പോഗ്രഫീനെ വിളിക്കുന്ന വേറൊരു പേരാണ് ടേബിൾ ടോപ്പ് ടോപ്പോഗ്രഫി. എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ടേബിൾ ടോപ്പ് ടോപ്പോഗ്രഫി എന്ന് വിളിക്കുന്നത്? അതിന് കാരണം എന്ന് പറയുന്നത് ടോപ്പോഗ്രഫി, കാരണം ഒരു ടേബിൾ പോലെയാണ് ഇതിരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ടേബിൾ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ടേബിൾ ടോപ്പ് ടോപ്പോഗ്രഫി എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് പാറ്റ് ലാൻഡ് ടോപ്പോഗ്രഫി. പാറ്റ് ലാൻഡ് ടോപ്പോഗ്രഫി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ 2 വേർഡ്സും പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും പാറ്റ് ലാൻഡ് ടോപ്പോഗ്രഫി കാണിക്കുന്ന ലാൻഡ് ഫോംസ് ഏതാണ്? അത് പാറ്റ് ലാൻഡ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് പ്ലേറ്റ്യൂ ടോപ്പോഗ്രഫീനെ, അല്ലെങ്കിൽ ടേബിൾ ടോപ്പോഗ്രഫി എന്നും വിളിക്കാം. ഇനി ഈ ഒരു കാര്യം പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ UPSC മെയിൻസിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ്യൂസ്. ഓൾറെഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐലൻഡ്സ് ഒക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ UPSC ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ്യൂസ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്ലേറ്റ്യൂസിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ 5 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഒറിജിൻ ആണ്. എങ്ങനെയാണ് ഒരു പ്ലേറ്റ്യൂ രൂപപ്പെടുന്നത് എന്നതിൻ്റെ ബേസിസിൽ നമുക്ക് പ്ലേറ്റ്യൂസിനെ 5 ആയിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ ആ 5 ടൈപ്പ് ഓഫ് പ്ലേറ്റ്യൂസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂ, പീഡ്മോണ്ട് പ്ലേറ്റ്യൂ, കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ, വോൾക്കാനിക് പ്ലേറ്റ്യൂ ആൻഡ് ഡിസെക്റ്റഡ് പ്ലേറ്റ്യൂ. ഓക്കെ, അപ്പോൾ പ്ലേറ്റ്യൂസിനെ അതിൻ്റെ ഒറിജിൻ അനുസരിച്ച് 5 ആയിട്ട് നമ്മൾ തിരിക്കുന്നു. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂ. എന്താണ് ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂ. അതായത് 2 മൗണ്ടൻസിനിടയിലായി സ്ഥിതി ചെയ്യുന്ന പ്ലേറ്റ്യൂവിനെയാണ് ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂ എന്ന് പറയുക. അല്ലെങ്കിൽ മൗണ്ടൻസിനിടയിലായി രൂപപ്പെടുന്ന പ്ലേറ്റ്യൂസിനെയാണ് ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂ എന്ന് പറയുക. പൊതുവെ ഈ ഇന്റർമൗണ്ടെയിൻ പ്ലേറ്റ്യൂസ് രൂപപ്പെടുക ഫോൾഡ് മൗണ്ടൻസിന് ഇടയിലായിട്ടാണ്. എങ്ങനെയാണ് ഫോൾഡ് മൗണ്ടൻസ് രൂപപ്പെടുക? നമുക്കറിയാം, 2 ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ എർത്തിൻ്റെ ക്രസ്റ്റ് ഫോൾഡ് ചെയ്ത് റൈസ് ചെയ്താണ് ഫോൾഡ് മൗണ്ടൻസ് രൂപപ്പെടുക. ഇങ്ങനെ 2 ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജൻസ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനിടയിൽ റിജിഡ് ലാൻഡ് മാസസ് ഉണ്ടാവും. ഈ റിജിഡ് ലാൻഡ് മാസസ് ഫോൾഡ് ചെയ്യപ്പെടില്ല, കാരണം അത് റിജിഡായ ലാൻഡ് മാസ് ആയതുകൊണ്ട് തന്നെ അത് ഫോൾഡ് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫോൾഡ് ചെയ്യാത്ത റിജിഡ് ലാൻഡ് മാസ് ഈ ഫോൾഡ് മൗണ്ടൻസിനിടയിൽ എന്ത് ചെയ്യും? ഈ ഫോൾഡ് മൗണ്ടൻസിനിടയിൽ പൊങ്ങി വരും. അങ്ങനെയാണ് എന്ത് രൂപപ്പെടുക? നമ്മുടെ ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂസ് രൂപപ്പെടുക. ഇപ്പോൾ ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂ എന്ന് പറയുമ്പോൾ പ്ലേറ്റ്യൂ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ മൗണ്ടൻ ഇസ് നോൺ ആസ് ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂ. സാധാരണ എങ്ങനെയുള്ള മൗണ്ടൻസിനിടയിലാണ് കാണുന്നത്? ഫോൾഡ് മൗണ്ടൻസിനിടയിലാണ്. ഫോൾഡ് മൗണ്ടൻസ് രൂപപ്പെടുന്ന കൺവേർജൻസ് കൊണ്ടാണ്. കൺവേർജൻസ് കൊണ്ട് ഫോൾഡ് ഫോം ചെയ്യുന്ന സമയത്ത് ചില റിജിഡ് ലാൻഡ് മാസസ് ഫോൾഡ് ചെയ്യപ്പെടത്തില്ല. അത് ആ ഫോൾഡ് മൗണ്ടൻ റൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ റൈസ് ചെയ്യും. എക്സാമ്പിളാണ് ടിബറ്റൻ പ്ലേറ്റ്യൂ ഇൻ ഹിമാലയ, അതുപോലെ തന്നെ ബൊളീവിയൻ പ്ലേറ്റ്യൂ ഇൻ ആൻഡീസ്. നമുക്കറിയാം, ബൊളീവിയ എന്ന് പറയുന്ന രാജ്യം ഇരിക്കുന്നത് സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിൽ വരുന്ന ഫോൾഡ് മൗണ്ടൻ ഏതാണ്? അത് ആൻഡീസ് ആണ്. അപ്പോൾ ആൻഡീസിൽ കാണുന്ന ബൊളീവിയൻ പ്ലേറ്റ്യൂവും അതുപോലെ തന്നെ ഹിമാലയത്തിൽ കാണുന്ന ടിബറ്റൻ പ്ലേറ്റ്യൂവുമാണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്ലേറ്റ്യൂ ആണ് പീഡ്മോണ്ട് പ്ലേറ്റ്യൂ. എന്താണ് പീഡ്മോണ്ട് എന്ന് പറഞ്ഞാൽ?
പീഡ് അല്ലെങ്കിൽ പെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫൂട്ട് എന്നാണ്. പീഡ് അല്ലെങ്കിൽ പെഡി എന്ന് പറഞ്ഞാൽ ഫൂട്ട് എന്നാണ്. മൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മൗണ്ടൻ. അപ്പോൾ ഒരു മൗണ്ടൻ്റെ ഫൂട്ട് ഹിൽസിലായിട്ട് കാണുന്ന പ്ലേറ്റ്യൂസിനെയാണ് നമ്മൾ പീഡ് മൗണ്ട് പ്ലേറ്റ്യൂ എന്ന് വിളിക്കുക. അതായത് ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ടെന്ന് വിചാരിക്കുക, ആ മൗണ്ടൻ്റെ അടിവാരത്തിലായിട്ട് കാണുന്ന പ്ലേറ്റ്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പീഡ് മൗണ്ട് പ്ലേറ്റ്യൂ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ പ്ലേറ്റ്യൂ വിച്ച് ഈസ് പ്രസൻറ്റ് അറ്റ് ദി ഫൂട്ട് ഓഫ് എ മൗണ്ടൻ. അതിനെയാണ് പീഡ് മൗണ്ട് പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പം ഇനി മറക്കരുത്. ഓക്കെ, ഇനി ഈ ഒരു പ്ലേറ്റ്യൂവിനെ പറയുന്നത് പ്ലേറ്റ്യൂ ഓഫ് ഡെന്യൂഡേഷൻ എന്നാണ്. അതെന്തുകൊണ്ട് ഇതിനെ പ്ലേറ്റ്യൂ ഓഫ് ഡെന്യൂഡേഷൻ എന്ന് പറയുക? പൊതുവെ ഈ പ്ലേറ്റ്യൂസ് രൂപപ്പെടുന്നത് ഇറോഷൻ അല്ലെങ്കിൽ വെതറിങ് വഴിയാണ്. പ്രധാനമായിട്ടും ഇത് കാണുന്നത് ഡെസേർട്ടൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിലാണ്. അതായത് ഡെസേർട്ടിലൊക്കെ ഒരു മൗണ്ടനോ ഒരു ക്ലിഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിലായിട്ട് അല്ലെങ്കിൽ മൗണ്ടൻ്റെ ഫൂട്ട് ഹിൽസിലായിട്ട് കൺസിസ്റ്റൻ്റ്ലി വിൻഡ് അടിച്ച് കഴിയുമ്പോൾ ആ താഴെയുള്ള ഭാഗത്തെ റോക്സിനെ വിൻഡ് ഇറോഡ് ചെയ്യും. അങ്ങനെ വിൻഡ് ഇറോഡ് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു പ്ലേറ്റ്യൂ സ്ട്രക്ചറായിട്ട് രൂപപ്പെടും. ഇങ്ങനെയാണ് പൊതുവെ പീഡ് മൗണ്ട് പ്ലേറ്റ്യൂസ് രൂപപ്പെടാറ്, മെയിൻലി ഡ്യൂ ടു ഇറോഷൻ. അതുകൊണ്ടാണ് ഈ പ്ലേറ്റ്യൂസിനെ നമ്മൾ പ്ലേറ്റ്യൂ ഓഫ് ഡെന്യൂഡേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് പ്രിലിംസിന് ചോദിക്കാം, പ്ലേറ്റ്യൂ ഓഫ് ഡെന്യൂഡേഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്ലേറ്റ്യൂ? അത് പീഡ് മൗണ്ട് പ്ലേറ്റ്യൂ ആണ്. മെയിൻലി ഫോം ചെയ്യപ്പെടുന്നത് വിൻഡിൻ്റെയൊക്കെ ഇറോഷൻ വഴിയാണ്. ഇതിന് എക്സാമ്പിളാണ് സൗത്ത് അമേരിക്കയിൽ കാണുന്ന പാറ്റഗോണിയൻ പ്ലേറ്റ്യൂ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ്യൂ ഉണ്ട്, ആരവല്ലി ഹിൽസിൻ്റെ ഫൂട്ട് ഹിൽസിലായിട്ട് വരുന്ന മാൽവ പ്ലേറ്റ്യൂ. ആരവല്ലിയുടെ ഫൂട്ട് ഹിൽസിലായിട്ട് വരുന്ന മാൽവ പ്ലേറ്റ്യൂ ഇതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ സൗത്ത് അമേരിക്കയിൽ കാണുന്ന പാറ്റഗോണിയൻ പ്ലേറ്റ്യൂ ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു പ്ലേറ്റ്യൂ. നിങ്ങൾക്ക് കാണാം, ദേ ഇവിടെ ആയിട്ട് ഒരു മൗണ്ടൻ ഉണ്ട്, മൗണ്ടൻ്റെ താഴെയായിട്ട് ഒരു പ്ലേറ്റ്യൂ കാണാം. ഇതാണ് പീഡ് മൗണ്ട് പ്ലേറ്റ്യൂ. ഇനി അടുത്താണ് കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ. കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ അതായത് കോണ്ടിനെൻ്റിൽ കാണുന്ന അബ്രപ്റ്റ് എലവേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോണ്ടിനെൻ്റൽ പ്ലേറ്റ്യൂ എന്ന് വിളിക്കുക. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കോണ്ടിനെന്റിന്റെ ഒത്ത നടുക്കായിട്ട് കാണുന്ന അബ്രപ്റ്റ് എലവേഷൻസ് ആണ് കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ. ഇത് പ്രധാനമായും രൂപപ്പെടുന്നത് എപ്പിറോജനിക് മൂവ്മെന്റ് കൊണ്ടാണ്. എപ്പിറോജനിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോണ്ടിനെന്റൽ ബിൽഡിംഗ് പ്രോസസ്സാണ്. അതായത് ഈ ഒരു പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ എർത്തിന്റെ ക്രസ്റ്റ് അപ്വേർഡ് മൂവ് ചെയ്യും. അതായത് എർത്തിനുള്ളിൽ നടക്കുന്ന കൺവെക്ഷണൽ കറൻസിന്റെ ഫോഴ്സ് കൊണ്ട് എർത്തിന്റെ ക്രസ്റ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എർത്തിനുള്ളിലെ ക്രസ്റ്റ് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഭാഗങ്ങൾ കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂസ് ആയിട്ട് മാറും. അപ്പോൾ ഇന്ത്യയിൽ കാണുന്ന കുറേ പ്ലേറ്റ്യൂസ് ഇതിന് എക്സാമ്പിളാണ്. വയനാട് പ്ലേറ്റ്യൂ, മഹാരാഷ്ട്ര പ്ലേറ്റ്യൂ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ, ഇതൊക്കെ ഈ ടൈപ്പ് പ്ലേറ്റ്യൂവിന് എക്സാമ്പിളാണ്. അതുപോലെ ആഫ്രിക്കയിൽ ഇങ്ങനെ വരുന്നൊരു പ്ലേറ്റ്യൂ ആണ് എത്യോപ്യൻ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റിന്റെ മിഡിലായിട്ട് കാണുന്ന അബ്രപ്റ്റ് എലവേഷൻസ് ആണ് കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ. ഇത് പ്രധാനമായിട്ടും രൂപപ്പെടുന്നത് എർത്ത് ക്രസ്റ്റ് എലവേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. ഓക്കെ, എക്സാമ്പിളാണ് എത്യോപ്യൻ പ്ലേറ്റ്യൂ ഇൻ ആഫ്രിക്ക ആൻഡ് മഹാരാഷ്ട്ര പ്ലേറ്റ്യൂ ഇൻ ഇന്ത്യ. ഇനി ഫോർത്ത് ടൈപ്പ് ഓഫ് പ്ലേറ്റ്യൂ ആണ് വോൾക്കാനിക് പ്ലേറ്റ്യൂ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ് കൊണ്ടാണ് ഈ പ്ലേറ്റ് രൂപപ്പെടുന്നത്. അതായത് ഒരു സ്ഥലത്ത് ന്യൂമറസ് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുകയും ആ വോൾക്കാനിക് ഇറപ്ഷനിൽ പുറത്തു വരുന്ന ലാവ അവിടെ വർഷങ്ങളോളം ഡെപ്പോസിറ്റ് ചെയ്ത് അതൊരു പ്ലേറ്റ്യൂ ആയി മാറുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വോൾക്കാനിക് പ്ലേറ്റ്യൂ എന്ന് വിളിക്കുന്നു. അതായത് ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു വോൾക്കാനിസം. എക്സാമ്പിളാണ് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഡെക്കാൻ പ്ലേറ്റ്യൂ, അതുപോലെ തന്നെ US-ലുള്ള കൊളംബിയ പ്ലേറ്റ്യൂ. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ഇനി അടുത്തതാണ് ഡിസക്റ്റഡ് പ്ലേറ്റ്യൂ. ആ പേരിൽ തന്നെ ഉണ്ട് ഡിസക്റ്റഡ് പ്ലേറ്റ്യൂ. നമ്മൾ മൗണ്ടൻസ് പഠിച്ചപ്പോൾ, അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. മൗണ്ടൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, മൗണ്ടൻസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന വീഡിയോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ റെസീജ്വൽ മൗണ്ടനെ കുറിച്ച് പറയും. എന്താ റെസീജ്വൽ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പണ്ട് രൂപപ്പെട്ട മൗണ്ടൻസ് അതിലിപ്പോൾ ഡെന്യൂഡേഷൻ മാത്രം നടക്കുന്നുള്ളൂവെങ്കിൽ അതിൻ്റെ ഉയരം കുറയും. അതിനെയാണ് റെസീജ്വൽ പ്ലേറ്റ്യൂ എന്ന് പറയുക. റെസീജ്വൽ മൗണ്ടൻ എന്ന് പറയുക. റെസീജ്വൽ പ്ലേറ്റിലെ റെസീജ്വൽ മൗണ്ടൻ. അതുപോലെ തന്നെ ഭൂമിയിൽ മുൻപ് രൂപപ്പെട്ട ഒരു പ്ലേറ്റ്യൂ, ആ പ്ലേറ്റ്യൂവിൽ ഇറോഷനും വെതറിങ്ങും നടന്ന് അത് ഡിസെക്റ്റഡ് ആയി, അത് ന്യൂമറസ് ഐസൊലേറ്റഡ് പ്ലേറ്റ്യൂ ആയി മാറി എങ്കിൽ അതിനെ ഡിസെക്റ്റഡ് പ്ലേറ്റ്യൂ എന്ന് പറയാം. നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരൊറ്റ പ്ലേറ്റ്യൂ ആയിരുന്നു. ഇതിൽ ഇറോഷനും വെതറിങ്ങും നടന്ന് ഇത് ഓരോരോ പ്ലേറ്റ്യൂസ് ആയിട്ട് മുറിഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസെക്റ്റഡ് പ്ലേറ്റ്യൂ എന്ന് പറയുക. ഇറ്റ് ഈസ് സിവിയർലി ഇറോഡഡ് പ്ലേറ്റ്യൂ. സിവിയർ ആയിട്ട് ഇറോഡ് ചെയ്ത പ്ലേറ്റ്യൂ ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ വാലീസ്, സ്റ്റീപ്പ് സ്ലോപ്സ് ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് അമേരിക്കയിൽ വരുന്ന കൊളറാഡോ പ്ലേറ്റ്യൂ. അപ്പോൾ ഇതാണ് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ്യൂ. അപ്പോൾ ഇത് മറക്കരുത്, മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ്യൂസ് ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേൾഡിലെ പ്ലേറ്റ്യൂസ് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് കാണുന്നത് എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇന്റർമോണ്ടെയിൻ പ്ലേറ്റ്യൂ, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ മൗണ്ടന് ഇടയിലായിട്ട് കാണുന്ന പ്ലേറ്റു ആണ് ഇന്റർമോണ്ടെയിൻ പ്ലേറ്റു. സ്പെഷ്യലി ഫോൾഡ് മൗണ്ടൻസിന്റെ ഫോൾഡ്സിന്റെ ഇടയിലായിട്ടാണ് കാണുക. എക്സാമ്പിൾ ആണ് ടിബറ്റിയൻ പ്ലേറ്റ്യൂയും ബൊളീവിയൻ പ്ലേറ്റ്യൂ. അടുത്താണ് പീഡ്മോണ്ട് പ്ലേറ്റ്യൂ. മൗണ്ടൻസിന്റെ ഫൂട്ട് ഹിൽസിലായിട്ട് കാണുന്ന പ്ലേറ്റു ആണ് പീഡ്മോണ്ട് പ്ലേറ്റ്യൂ. ഇത് ഫോം ചെയ്യപ്പെടുന്നത് മെയിൻലി ഡ്യൂ ടു ഇറോഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റ്യൂവിനെ നമ്മൾ പ്ലേറ്റ്യൂ ഓഫ് ഡെന്യൂഡേഷൻ എന്ന് പറയും. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളുടെ താഴെയായി കാണുന്ന മാൽവ പ്ലേറ്റ്യൂ. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ വരുന്ന പാറ്റഗോണിയൻ പ്ലേറ്റ്യൂ. ഇനി അടുത്തതാണ് നമ്മുടെ കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ. കോണ്ടിനെന്റലായിട്ട് കാണുന്ന അബ്രപ്റ്റ് എലവേഷൻസ് ആണ് കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂസ്. എക്സാമ്പിൾ ആണ് ആഫ്രിക്കയിലെ എത്യോപ്യൻ പ്ലേറ്റ്യൂ, ഇന്ത്യയിലെ മഹാരാഷ്ട്ര പ്ലേറ്റ്യൂ. നെക്സ്റ്റ് വോൾക്കാനിക് പ്ലേറ്റ്യൂ. ന്യൂമറസ് വോൾക്കാനിക് ഇറപ്ഷൻസ് വഴി പുറത്തു വരുന്ന ലാവ അക്യൂമുലേറ്റ് ചെയ്തുണ്ടാവുന്ന പ്ലേറ്റ്യൂസ് ആണ് വോൾക്കാനിക് പ്ലേറ്റ്യൂ. എക്സാമ്പിൾ ആണ് ഇന്ത്യയിലുള്ള ഡെക്കാൻ പ്ലേറ്റ്യൂ, അമേരിക്കയിൽ വരുന്ന കൊളംബിയ പ്ലേറ്റ്യൂ. അപ്പോൾ ഇത്രയും പ്ലേറ്റ്യൂസ് നമ്മൾ കണ്ടു. ഇനി ലോകത്തിലെ അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് പ്ലേറ്റ്യൂം കൂടെ ഉണ്ട്, ഡിസെക്റ്റഡ് പ്ലേറ്റ്യൂ. ഇത് സിവിയർലി ഇറോഡഡ് പ്ലേറ്റ്യൂ ആണ്. സിവിയർലി ഇറോഡഡ് പ്ലേറ്റ്യൂ എന്ന് പറയുമ്പോൾ പണ്ടുണ്ടായി, പിന്നീട് റിവറിൻ്റെയും വിൻഡിൻ്റെയൊക്കെ ഇറോഷൻ കാരണം ഇത് ഡിസെക്റ്റ് ചെയ്യപ്പെട്ടു. എക്സാമ്പിൾ ആണ് കൊളറാഡോ പ്ലേറ്റ്യൂ ഇൻ വെസ്റ്റേൺ USA. ഇനി നമ്മൾ ഇത്രയും പ്ലേറ്റ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ലോകത്തിലെ പ്രധാനപ്പെട്ട പ്ലേറ്റ്യൂസും അവരിയ്ക്കുന്ന കോണ്ടിനെൻറ്റും. അതായത് ഓരോ കോണ്ടിനെൻറ്റിലെയും പ്രധാനപ്പെട്ട പ്ലേറ്റ്യൂസ് പഠിക്കാനുണ്ട്. അത് നമുക്ക് പ്രിലിംസിന് ചോദ്യം വരും. ഒരു സൈഡിൽ പ്ലേറ്റ്യൂവും അപ്പുറത്തെ സൈഡിൽ റീജിയനും തരും. മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ സെലക്ട് ദി കറക്റ്റ് പെയേഴ്സ് എന്ന് പറഞ്ഞിട്ടോ ചോദ്യം വരാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സൈലം IAS നടത്തുന്ന UPSC ഓഫ്ലൈൻ PCM ബാച്ചും UPSC ഓൺലൈൻ PCM ബാച്ചിലേക്കുമുള്ള അഡ്മിഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UPSC ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈലത്തിന് കോഴിക്കോടും ട്രിവാൻഡ്രത്തും UPSC ഓഫ്ലൈൻ PCM ബാച്ചസ് ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുക. ഫീസ് വെറും 65,999 ആണ്. അതുപോലെ തന്നെ സൈലത്തിന് തന്നെ ഓൺലൈൻ ബാച്ചസും ഉണ്ട്. സൈലം IASന്റെ ഓൺലൈൻ PCM ബാച്ചും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള അഡ്മിഷൻസും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫീസ് വെറും 29,999 ആണ്. അപ്പോൾ ഈ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളിലോട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറുകളിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോടും നമുക്ക് PCM ബാച്ച് ഉണ്ട് ഓഫ്ലൈൻ, അതുപോലെ ട്രിവാൻഡ്രത്തും ഉണ്ട്. അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ UPSC പ്രിപ്പറേഷൻ താല്പര്യമുള്ള എല്ലാവരും ഉടനടി ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സുകൾ അധികം മുന്നോട്ട് പോകുന്നതിന് മുൻപ് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ലോകത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ പ്ലേറ്റ്യൂസ് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് നോർത്ത് അമേരിക്ക എന്ന കോണ്ടിനെൻ്റ് എടുക്കാം. നോർത്ത് അമേരിക്കയിൽ വരുന്ന ഒരു 4 പ്ലേറ്റ്യൂസ് ഉണ്ട്, മേജറായിട്ട് വരുന്ന 4 പ്ലേറ്റ്യൂസ്. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ പ്ലേറ്റ്യൂ ആണ് കൊളംബിയ പ്ലേറ്റ്യൂ. ഓക്കെ, കൊളംബിയ പ്ലേറ്റ്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കൊളംബിയ പ്ലേറ്റ്യൂ. ഇനി താഴെയായിട്ട് കൊളംബിയ പ്ലേറ്റ്യൂ ഒരു വോൾക്കാനിക് പ്ലേറ്റ്യൂ ആണ്. താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം കൊളറാഡോ പ്ലേറ്റ്യൂ. ഓക്കെ, താഴെയായിട്ട് കൊളറാഡോ പ്ലേറ്റ്യൂ ഉണ്ട്. ഇനി ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒസാർക്ക് പ്ലേറ്റ്യൂ ഉണ്ട്. ഒസാർക്ക് പ്ലേറ്റ്യൂ. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എഡ്വേർഡ് പ്ലേറ്റ്യൂ വരുന്നുണ്ട്. എഡ്വേർഡ് പ്ലേറ്റ്യൂ. ഇനി നമ്മുടെ കാനഡയുടെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന പ്ലേറ്റ്യൂ ആണ് ലോറൻഷ്യൻ പ്ലേറ്റ്യൂ. അപ്പോൾ നോർത്ത് അമേരിക്കയിൽ പ്രധാനമായും വരുന്ന പ്ലേറ്റ്യൂസ് ആണ് കൊളംബിയ പ്ലേറ്റ്യൂ, കൊളറാഡോ പ്ലേറ്റ്യൂ, എഡ്വേർഡ് പ്ലേറ്റ്യൂ, ഒസാർക്ക് പ്ലേറ്റ്യൂ, ലോറൻഷ്യൽ പ്ലേറ്റ്യൂ. ഇത്രയാണ് പ്രധാനമായിട്ടും അവിടെ വരുന്ന പ്ലേറ്റ്യൂസ്. ഇനി സൗത്ത് അമേരിക്കയിലോട്ട് വരികയാണെങ്കിൽ അവിടെ മെയിൻലി വരുന്ന ഒരു പ്ലേറ്റ്യൂ ആണ് മാട്ടോ ഗ്രാസോ പ്ലേറ്റ്യൂ. ഓക്കെ, മാട്ടോ ഗ്രാസോ പ്ലേറ്റ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ആൾട്ടിപ്ലാനോ പ്ലേറ്റ്യൂ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്ലേറ്റ്യൂ ആണ് ആൾട്ടിപ്ലാനോ പ്ലേറ്റ്യൂ. അതുപോലെ തന്നെ പാറ്റഗോണിയൻ പ്ലേറ്റ്യൂ. പാറ്റഗോണിയൻ പ്ലേറ്റ്യൂ. അപ്പോൾ പ്രധാനമായിട്ടും 3 പ്ലേറ്റ്യൂസ് ആണ്, മാട്ടോ ഗ്രാസോ, ആൾട്ടിപ്ലാനോ ആൻഡ് പാറ്റഗോണിയൻ പ്ലേറ്റ്യൂസ് ഇൻ സൗത്ത് അമേരിക്ക. ഇനി ആഫ്രിക്കയിലോട്ട് വരികയാണെങ്കിൽ ആഫ്രിക്കയിൽ മെയിനായിട്ട് വരുന്ന ഒരു പ്ലേറ്റ്യൂ ആണ് കട്ടാങ്ക പ്ലേറ്റ്യൂ. കട്ടാങ്ക
അതായത് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ വരുന്നതാണ് കട്ടാങ്ക പ്ലേറ്റ്യൂ. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്ലേറ്റ്യൂ ആണ്. ഇതുകൂടാതെ നൈജീരിയയുടെ അവിടെയായിട്ട് വരുന്ന പ്ലേറ്റ്യൂ ആണ് അദമാവ പ്ലേറ്റ്യൂ. ഓക്കെ, അദമാവ പ്ലേറ്റ്യൂ. അതുപോലെ തന്നെ താഴെ വരുന്ന ഒരു പ്ലേറ്റ്യൂ ആണ് ബൈ പ്ലേറ്റ്യൂ. ഓക്കെ, ബൈ പ്ലേറ്റ്യൂ. അപ്പോൾ ഇതൊക്കെ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന പ്ലേറ്റ്യൂസ് ആണ്. അദമാവ പ്ലേറ്റ്യൂ, കട്ടാങ്ക പ്ലേറ്റ്യൂ, ബൈ പ്ലേറ്റ്യൂ ഒക്കെയാണ് മെയിൻലി ആഫ്രിക്കയിൽ വരുന്ന പ്ലേറ്റ്യൂ. ഇനി നമ്മുടെ ഓസ്ട്രേലിയയുടെ ഇവിടെ ആയിട്ട് ഒരു പ്ലേറ്റ്യൂ വരുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ്യൂ ആണ് കിംബർലി പ്ലേറ്റ്യൂ. എന്താണ്? കിംബർലി പ്ലേറ്റ്യൂ. കിംബർലി പ്ലേറ്റ്യൂ. ഇനി നമ്മൾ നമ്മുടെ ഏഷ്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡെക്കാൻ പ്ലേറ്റ്യൂ. ഇന്ത്യയിലായിട്ട് ഡെക്കാൻ പ്ലേറ്റ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ടിബറ്റിൽ വരുന്ന പ്ലേറ്റ്യൂ ആണ് ടിബറ്റിയൻ പ്ലേറ്റ്യൂ. ഇനി മ്യാൻമർ ചൈനയുടെ സൈഡിലായിട്ട് വരുന്ന ഒരു പ്ലേറ്റ്യൂ ആണ് ഷാൻ പ്ലേറ്റ്യൂ. ഓക്കെ, ഇപ്പോൾ ടിബറ്റിയൻ പ്ലേറ്റ്യൂ ഉണ്ട്, ഡെക്കാൻ പ്ലേറ്റ്യൂ ഉണ്ട്, ഷാൻ പ്ലേറ്റ്യൂ ഉണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടേക്കുന്ന ഒരു പ്ലേറ്റ്യൂ ഇതാണ്. നമ്മുടെ ടർക്കിയുടെ ഭാഗത്തായിട്ട്, ഏഷ്യയിൽ ടർക്കി ഇരിക്കുന്ന ഭാഗത്തായിട്ട് വരുന്ന ഒരു പ്ലേറ്റ്യൂ ആണ് അനട്ടോളിയൻ പ്ലേറ്റ്യൂ. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അനട്ടോളിയൻ പ്ലേറ്റ്യൂ. അപ്പോൾ അത് പഠിച്ചോളുക. അനട്ടോളിയൻ പ്ലേറ്റ്യൂ ചോദിക്കും. ടർക്കിയിലാണ് ഇരിക്കുന്ന അനട്ടോളിയൻ പ്ലേറ്റ്യൂ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേറ്റ്യൂ ആണ്. ഇനി അതുപോലെ തന്നെ സ്പെയിൻ്റെ റീജിയൻ ഇതാ. ഇവിടെ വരുന്ന പ്ലേറ്റ്യൂ ആണ് സ്പാനിഷ് പ്ലേറ്റ്യൂ. ഇവിടെ വരുന്ന റീജിയൻ ആണ് സ്പാനിഷ് പ്ലേറ്റ്യൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്ലേറ്റ്യൂസ്. അപ്പോൾ നോർത്ത് അമേരിക്കയിൽ കൊളംബിയ, കൊളറാഡോ, എഡ്വേർഡ്, ഒസാർക്ക്, ലൊറൻഷ്യൽ പ്ലേറ്റ്യൂ. സൗത്ത് അമേരിക്കയിലാണെങ്കിൽ മോട്ടഗ്രാസോ പ്ലേറ്റ്യൂ, അൾട്ടിപ്ലാനോ, പാറ്റഗോണിയൻ പ്ലേറ്റ്യൂ. ആഫ്രിക്കയിലാണെങ്കിൽ അദമാവ പ്ലേറ്റ്യൂ, കട്ടാങ്ക പ്ലേറ്റ്യൂ, ബൈ പ്ലേറ്റ്യൂ. അതുപോലെ തന്നെ ടർക്കിയിൽ വരുന്ന പ്ലേറ്റ്യൂ ആണ് അനട്ടോളിയൻ. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ടിബറ്റിൽ വരുന്ന ടിബറ്റിയൻ പ്ലേറ്റ്യൂ, ഇന്ത്യയിൽ വരുന്ന ഡെക്കാൻ പ്ലേറ്റ്യൂ, അതുപോലെ ചൈനയുടെ സൈഡിൽ വരുന്ന ഷാൻ പ്ലേറ്റ്യൂ, ദെൻ ഓസ്ട്രേലിയയുടെ സൈഡിൽ വരുന്ന കിംബർലി പ്ലേറ്റ്യൂ. അപ്പോൾ ഇത്രയും പ്ലേറ്റ്യൂസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് പ്ലേറ്റ്യൂ, അതിൻ്റെ ഡെഫിനിഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ്യൂ, അതിൻ്റെ എക്സാമ്പിൾസ്, ദെൻ ഓരോ പ്ലേറ്റ്യൂസും അവരിയ്ക്കുന്ന സ്ഥലങ്ങളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചോളുക. പ്രിലിംസിനും ഇമ്പോർട്ടൻ്റ് ആണ്, UPC മെയിൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിൽ പ്ലേറ്റ്യൂസും അതിരിക്കുന്ന റീജിയനുമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ മെയിൻസിന് വരുമ്പോൾ ടൈപ്സ് ഓഫ് പ്ലേറ്റ്യൂ ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ലാൻഡ് ഫോംസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണ്. ഇനിയും നിങ്ങൾക്ക് ലാൻഡ് ഫോർമേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.